നമസ്കാരം. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് സമീപകാലത്ത് വലിയ ചർച്ച നടന്നു. മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായി, വായിക്കാനും എഴുതാനും അറിയാൻ വയ്യാത്ത കുട്ടികളാണ് ഇപ്പോൾ 10ാം ക്ലാസ് പാസ്സായി ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞ്. ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം, കേരളത്തിലെ സർക്കാർ സ്കൂളുകളാണ് ഏറ്റവും മികച്ചതെന്നും ഇവിടെ ജനിച്ചത് ഭാഗ്യമാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറയുന്നു. കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ കൊച്ചി സിറ്റി ജില്ലാ സമ്മേളനത്തിൽ പ്രധാനമായിട്ടുള്ള പ്രഭാഷണം നടത്തുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവിടങ്ങളിൽ കേരളത്തിലെ സ്കൂളുകളുടെ സൗകര്യങ്ങളോ മികവോ കണ്ടിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ശിവൻകുട്ടി ഇത് കേട്ട് സന്തോഷിക്കുന്നുണ്ട്. ഒരിക്കൽ നമ്മുടെ ശിവൻകുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഹൈവേയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാറിലൊക്കെ പോകുന്നവർ അവിടെ നിർത്തിയിട്ട് ഇറങ്ങി ഈ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ വന്നിട്ട് ചോദിക്കുക അവിടെ റൂമുണ്ടോ എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പോലീസ് കമ്മീഷനും പറയുന്നത് മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേരളത്തിന് ഈ നേട്ടം കൈവരിക്കാനായതെന്നും പറയുന്നു. കമ്മീഷണർ പറയുന്നത്, താൻ 10-13 വർഷക്കാലം ആന്ധ്രയിലും തെലുങ്കാനയിലും ജോലി ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ പോലെ ഒരു സ്കൂൾ പോലും ഈ സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടില്ല. അയൽ സംസ്ഥാനമായ ഒഡീഷയിൽ പോയിട്ടുണ്ട്. അവിടെ പട്ടിണി അങ്ങനെ തന്നെ ദൃശ്യമാണ്. ഇന്നും ഓല കെട്ടി കുടിലുകളിൽ താമസിക്കുന്നവരാണ് അവിടെയുള്ളത്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി പോയിട്ടുണ്ട്. ഇവിടങ്ങളിലൊന്നും കാലിത്തൊഴുത്തിനേക്കാൾ മെച്ചപ്പെട്ട സ്കൂളുകൾ കണ്ടിട്ടില്ല എന്നത് സത്യമാണ്. ഇവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് അപ്പോൾ ചിന്തിച്ചത്. അവിടെ പഠിക്കുന്നവർക്ക് 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. 2-3 വൃത്തികെട്ട മുറികളാണ് സ്കൂളെന്ന് പറയുന്നത്. കേരളത്തിൽ ജനിച്ചത് നമ്മുടെയൊക്കെ ഭാഗ്യമാണെന്ന് അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഇവിടെ നമുക്ക് ശക്തമായ ഒരു സർക്കാർ പിന്തുണ സംവിധാനമുണ്ട്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലോ അല്ലെങ്കിൽ ഏത് മേഖല എടുത്താലും അതുണ്ടെന്നാണ് കമ്മീഷണർ പറയുന്നത്. അപ്പോൾ എന്തായാലും മന്ത്രി സജി ചെറിയാനുള്ള ഒരു കൊട്ടുകൂടിയാണ് ഇപ്പോൾ കമ്മീഷണർ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം.